വിജയേട്ടന്റെ മകൾ വീണയെ കണ്ട് ആര്യ കളിക്കണ്ട, കണ്ണൂരല്ല തിരുവനന്തപുരം, കണ്ണൂരല്ല തിരുവനന്തപുരം. ആര്യയുടെ നേതൃത്വത്തിൽ അഴിമതി ആസൂത്രണം നടത്തുന്ന ഈ നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭയെ സൃഷ്ടിക്കാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ള തീരുമാനം ഇവിടെ എടുക്കാൻ ജനം തയ്യാറായിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭയിൽ LDF സർക്കാർ അനധികൃതമായി നിയമനം നടത്തുന്നു എന്ന് പറഞ്ഞ് തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സത്യാഗ്രഹമാണ് നഗരസഭയുടെ മുന്നിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രനാണ് ഈ ഒരു സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുന്നത്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു മുഖം, സമരമുഖത്തിന്റെ മുഖം, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു വേഴവട്ട കാലം മുഴുവൻ എനിക്ക് പറയേണ്ടി വരും. ഇന്ന് വൈകുന്നേരം 6 മണി വരെ സമരം അവസാനിച്ചാലും തീരാത്ത തരത്തിലുള്ള അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷമാണോ എനിക്ക് പറയുവാനുണ്ട്, ഞങ്ങൾക്ക് പറയുവാനുണ്ട്. അതുകൊണ്ട് സമയം അതിക്രമിച്ചതുകൊണ്ട് നമ്മുടെ ആൾക്കാരിക ഇവിടെ എത്തിയതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. തിരുവനന്തപുരം നഗരസഭ പശ്ചിമ ബംഗാളിന് തുല്യമായിട്ട് കണക്കാക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. ബംഗാളിൽ എന്താ സംഭവിച്ചത്? ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടികുത്താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ പശ്ചിമ ബംഗാളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് എണ്ണപ്പെട്ട നേതാക്കന്മാർ ബംഗാളിന്റെ വിരിമാറിലൂടെ നടന്നു നീങ്ങി പശ്ചിമ ബംഗാളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി വന്നാൽ അടുത്ത ഭരണകൂടത്തെ നൽകുമെന്ന് ജനം അവരുടെ ഹൃദയത്തിൽ എഴുതിയതുപോലെ ഈ നഗരസഭയിലെ അഴിമതിക്കെതിരെ സംശുദ്ധമായിട്ടുള്ള ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ ഇവിടെ മെമ്പർമാരായിട്ടുള്ളത് ചെറിയ ആളുകളല്ല. ഇവിടെ ഇതിനകത്ത് മെമ്പർമാരായിട്ട് പ്രവർത്തിക്കുന്നത് പരിണിതപ്രജ്ഞരായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ പ്രവർത്തിക്കുന്നവരും ജില്ലാ ചുമതലക്കാരുമായിട്ടുള്ള ആളുകളാണ് മെമ്പർമാർ. നിങ്ങൾ എടുക്കുന്ന ഒരു ശപഥം എന്ന് പറയുന്നത്, ഇത് പശ്ചിമ ബംഗാളിന്റെ അപ്പുറത്ത് നമുക്ക് ത്രിപുരയുണ്ടായിരുന്നു, അവർക്ക് ത്രിപുരയുണ്ടായിരുന്നു. നമ്മൾ ആ ത്രിപുരയിലെ ബിപ്ലവ് കുമാറിന്റെ നേതൃത്വത്തിൽ ത്രിപുരയിലെ ഭരണകൂടത്തെ 2.5% വോട്ടിൽ നിന്ന് അവിടെ മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമരത്തിലെടുക്കുന്ന പ്രതിജ്ഞ എന്ന് പറയുന്നത് നഗരാസൂത്രണത്തിന് പകരം ആര്യയുടെ നേതൃത്വത്തിൽ അഴിമതി ആസൂത്രണം നടത്തുന്ന ഈ നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭയെ സൃഷ്ടിക്കാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ള തീരുമാനം ഇവിടെ എടുക്കാൻ ജനം തയ്യാറായിട്ടുണ്ട്. ആ തയ്യാറായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ സഹപ്രവർത്തകന്മാർ നടന്നു നീങ്ങിയാൽ മാത്രം മതി എന്നുള്ള സൂചന നൽകിയത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണകൂടം ഉണ്ടാകും. അപ്പോ കാട്ടിലെ നിൽക്കണമെന്നും എങ്ങനെ ഇരിക്കണമെന്നും എങ്ങനെ അഭിനയിക്കണമെന്നും എപ്പോ മത്സരപ്പെടണമെന്നും നിങ്ങൾ കുട്ടി രാജ്ഞിയെ ചില കാര്യങ്ങളൊക്കെ ഭാവിയിൽ കണക്ക് പറയിപ്പിക്കാനുണ്ട്. പിണറായിലെ വിജയേട്ടന്റെ മകൾ വീണയെ കണ്ട് ആര്യ കളിക്കണ്ട, കണ്ണൂരല്ല തിരുവനന്തപുരം, കണ്ണൂരല്ല തിരുവനന്തപുരം. കണ്ണൂരിൽ നിങ്ങൾ ഞങ്ങളുടെ കുറെ പരിപാടികൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ശിവൻകുട്ടി ചേട്ടനും മറ്റു മന്ത്രിമാരും ഒക്കെ പറയുന്നതിനനുസരിച്ച് കത്തെഴുതുകയും മിനിസ് ബുക്കിൽ ഒപ്പിടുകയും ഈ കാപട്യത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നത് തുടർന്നാൽ ആര്യ വഴിനടക്കണോ വേണ്ടോ എന്ന് ഭാരതീയ ജനതാ പാർട്ടി കമ്മിറ്റിയുടെ ഓഫീസിലേക്ക് സഖാക്കന്മാർ, മുൻപിയ സഖാക്കന്മാർ വിളിച്ചു ചോദിക്കേണ്ട ഗതികളുണ്ടാകും എന്നുള്ള സൂചന നൽകിക്കൊണ്ട് ഈ സമരത്തെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. തിരുവനന്തപുരം നഗരസഭയിലെ അഴിമതിയിൽ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. മേയർ ആര്യ രാജേന്ദ്രൻ അഴിമതിയിൽ ഡോക്ടറേറ്റ് എടുത്തയാളാണെന്നും തിരുവനന്തപുരത്ത് അഴിമതി നടത്തുന്നതിന് നേതൃത്വം നൽകുന്നത് ആര്യ രാജേന്ദ്രനാണെന്നും BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. ഈയൊരു അഴിമതിയുമായി LDF സർക്കാർ മുന്നോട്ടു പോകുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ഇതിനെ ശക്തമായി എതിർക്കും. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര MP, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.